പുരാതന കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് കന്യാകുമാരി മുതൽ വടക്കോട്ടുള്ള ഭൂപ്രദേശമായിരുന്നു വേണാട്. പരമ്പരാഗത കലകൾ പോഷിപ്പിക്കുന്നതിലും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിലും ശ്രദ്ധാലുക്കളായിരുന്നു വേണാട്ടരജന്മാർ. കേരളീയ വാസ്തുശില്പകലയിലെ ഉദാത്ത മാതൃകകളായി ഇവിടുത്തെ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ഇന്നും നിലകൊള്ളുന്നു. ഇന്ന് തകർന്നു കിടക്കുന്ന ഇരണിയൽ കൊട്ടാരവും പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലുള്ള പത്മനാഭപുരം കൊട്ടാരവും ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ വേണാട് രാജവംശത്തിലെ കിരീടാവകാശിയായ മാർത്താണ്ഡവർമ്മയ്ക്ക് സ്ഥാനാരോഹണത്തിന് മുമ്പ് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ധീരസാഹസികതയും നയതന്ത്രജ്ഞതയും വഴി അധികാരത്തിലേറിയ മാർത്താണ്ഡവർമ്മ വിട്ടുവീഴ്ചയില്ലാത്ത ശത്രുനിഗ്രഹത്തിന് ഒരുമ്പെട്ടു. ഉദ്വേഗജനകമായ ഈ ചരിത്ര സന്ദർഭത്തെ പശ്ചാത്തലമാക്കിയാണ് CV രാമൻപിള്ള എന്ന ഒരു യുവാവ് മാർത്താണ്ഡവർമ്മ എന്ന തൻ്റെ ആദ്യ കൃതി 1891 പ്രസിദ്ധീകരിച്ചത്. മലയാള നോവൽ സാഹിത്യത്തിലെ ലക്ഷണയുക്തമായ രണ്ടാമത്തെ നോവലായി പിൽക്കാലത്ത് വാഴ്ത്തപ്പെട്ട മാർത്താണ്ഡവർമ്മയുടെ പ്രകാശനം CVക്ക് എളുപ്പമായിരുന്നില്ല. പിന്നീട് 2 ദശാബ്ദക്കാലം മറ്റൊരു നോവൽ രചിക്കാൻ അദ്ദേഹം മുതിർന്നതുമില്ല. എല്ലാ വർഷവും നവരാത്രി കാലത്ത് പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഈ ഘോഷയാത്ര ചരിത്രത്തിൻ്റെ പ്രതീകാത്മകമായ ആചാരമാണ്. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങളിൽ കേരളീയ സമൂഹത്തെ ആകെ ഉടച്ചുവാർത്ത നവോത്ഥാനം എന്നറിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരകളിലൊന്നായിരുന്നു നോവൽ സാഹിത്യം. മലയാള നോവലിന് അസ്ഥിവാരം പണിത 2 അഗ്രഗാമികളായിരുന്നു വയ്യാരത്ത് ചന്തുമേനോനും CV രാമൻപിള്ളയും. CVയുടെ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ നോവൽ ത്രയം പിൽക്കാല രചനകൾക്ക് നൽകിയ പിൻബലം എതിരറ്റതായിരുന്നു. ഇന്നും സാഹിത്യയാനത്തിനൊരുങ്ങുന്ന ഏതൊരു മലയാളിക്കും തുണയാകുന്ന ദീപസ്തംഭമാണ് CV രാമൻപിള്ള. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നാട് നീങ്ങിയിട്ട് കൃത്യം 1 നൂറ്റാണ്ട് കഴിഞ്ഞ 1858 തിരുവനന്തപുരം രാജധാനിയുടെ പരിസരത്ത് ഒരു നാലുകെട്ടിൽ പിറന്ന കുട്ടിയായിരുന്നു രാമൻപിള്ള. മിത്രാനന്തപുരം റോഡിന് സമീപമുള്ള കൊച്ചുകണ്ണച്ചാർ വീട് എന്നറിയപ്പെട്ട ഭവനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. രാജകൊട്ടാരത്തിൽ ഉന്നത പദവി വഹിച്ചിരുന്ന നങ്കക്കോയിക്കൽ കേശവൻ തമ്പിയായിരുന്നു ആ വീടിൻ്റെ അധിപൻ. നെയ്യാറ്റിൻകര താലൂക്കിലെ ആറയൂർ എന്ന ദേശത്തിലായിരുന്നു CVയുടെ മാതൃഭവനം. എന്നാൽ കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന അമ്മ പാർവതിപിള്ളയും സംസ്കൃത പണ്ഡിതനായ അച്ഛൻ നീലകണ്ഠപിള്ളയും തിരുവനന്തപുരത്താണ് കഴിഞ്ഞിരുന്നത്. കേശവൻ തമ്പിയുടെ സൗമനസ്യം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ ഒരു ഭാഗത്ത് താമസിക്കുവാൻ അവർക്ക് സൗകര്യം നൽകി. മാതാപിതാക്കളുടെ 8ാമത്തെ സന്താനമായിരുന്നു രാമൻപിള്ള. ചെറുപ്പത്തിൽ തന്നെ കുട്ടിയെ സംസ്കൃതം പഠിപ്പിക്കുവാൻ അച്ഛൻ ആരംഭിച്ചിരുന്നു. കുശാഗ്രബുദ്ധിയായ കുട്ടിയെ സംസ്കൃത പണ്ഡിതനാക്കുക എന്നതായിരുന്നു നീലകണ്ഠപിള്ളയുടെ ലക്ഷ്യം. എന്നാൽ കുട്ടിക്ക് 10 വയസ്സുള്ളപ്പോൾ അച്ഛൻ നിര്യാതനായി.
രാമൻ്റെ ബുദ്ധികുശലത നേരിട്ട് മനസ്സിലാക്കിയിരുന്ന കേശവൻ തമ്പി രക്ഷാകർതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായി. അക്കാലത്ത് ഒരു ധ്വര പ്രധാനാധ്യാപകനായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങിയിരുന്നു. തമ്പി കുട്ടിയെ ആ വിദ്യാലയത്തിൽ ചേർത്തു. CV രാമൻപിള്ളയുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു അവിടുത്തെ പഠനം. CV സൃഷ്ടിച്ച കഥാപ്രപഞ്ചത്തിൽ 100-ലധികം കഥാപാത്രങ്ങളും ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം നീളുന്ന കാലവും കന്യാകുമാരി തൊട്ട് ആലുവ പുഴ വരെ വിസ്തൃതമായ ഭൂപ്രദേശവും പ്രത്യക്ഷപ്പെടുന്നു. വേണാടിൻ്റെ അധീശത്വം ഉറപ്പിച്ച മാർത്താണ്ഡവർമ്മ സ്വയം ഒരു ചരിത്ര പുരുഷനാകുവാനുള്ള നിയോഗം നിറവേറ്റാൻ ഒരുങ്ങി. വർഷങ്ങൾ നീണ്ടുനിന്ന അനേകം യുദ്ധങ്ങളിലൂടെ തൻ്റെ രാജ്യാതിർത്തി വിപുലപ്പെടുത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുഖ്യ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായ തിരുവിതാംകൂർ രാജ്യം അങ്ങനെ നിലവിൽ വന്നു. അനേകം നാടുവാഴികളെ ഉന്മൂലനം ചെയ്ത ആ ജൈത്രയാത്രയ്ക്കൊടുവിൽ വെട്ടിപ്പിടിച്ച രാജ്യം ശ്രീ പത്മനാഭസ്വാമിയുടെ ചരണങ്ങളിൽ സമർപ്പിച്ച മഹാരാജാവ് ശ്രീ പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേരിൽ രാജ്യഭാരം നടത്തി. 1729 മുതൽ 1758 വരെ നീണ്ട മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ ഐശ്വര്യപൂർണമായ ഒരു നാട്ടുരാജ്യമായി തീർന്നു. തുടർന്ന് രാജ്യഭരണമേറ്റ ധർമ്മരാജ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ട രാമവർമ്മ മഹാരാജാവ് 40 വർഷം രാജ്യം ഭരിച്ചു. രാജകുടുംബത്തിൻ്റെ ശത്രുക്കളുടെ കുടിപ്പകയും മൈസൂറിലെ സുൽത്താൻമാരുടെ ആക്രമണശീലവും തിരുവിതാംകൂറിനെ അസ്വസ്ഥമാക്കിയ കാലമായിരുന്നു അത്. ചരിത്ര യാഥാർത്ഥ്യങ്ങളും ഐതിഹ്യങ്ങളും ഭാവനാവിലാസവും അലിയിച്ചു ചേർത്തുകൊണ്ട് CV രാമൻപിള്ള രചിച്ച ഇതിഹാസ സമാനമായ തുടർ നോവലുകൾ ആ കാലത്തിൻ്റെ പുളകം കൊള്ളിക്കുന്ന ആവിഷ്കാരമാണ്. കേശവൻ തമ്പിയുടെ പിന്തുണ ബാലന് കൊട്ടാര പരിസരങ്ങളിൽ സ്വതന്ത്രമായി ചരിക്കുവാനുള്ള അവസരമൊരുക്കി. ശില്പസൗകുമാര്യം തുളുമ്പുന്ന രാജമന്ദിരങ്ങളും വിവിധ കലകൾ സദാ അരങ്ങേറിയിരുന്ന ക്ഷേത്ര പരിസരവും CV-യുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിഷയമായി. കഥകളി പോലുള്ള കലകളുടെ ഭാവഗാംഭീര്യവും നാടൻ പാട്ടുകളിലെ ലളിതസുന്ദരങ്ങളായ ഭാഷാപ്രയോഗങ്ങളും CV ഉൾക്കൊണ്ടു. സ്കൂൾ വിദ്യാഭ്യാസത്തെ തുടർന്ന് രാമൻപിള്ളയെ മഹാരാജാസ് കോളേജിൽ, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, ചേർത്ത് പഠിപ്പിക്കുവാൻ കേശവൻ തമ്പി സന്നദ്ധനായി. കലാശാലയിലെ അന്തരീക്ഷം പ്രതിഭാശാലിയായ ആ യുവാവിൻ്റെ സാഹിത്യ അഭിരുചിക്ക് അറിവിൻ്റെ വിശാലമായ ആകാശങ്ങളിലേക്ക് പറന്നുയരുവാനുള്ള അവസരമൊരുക്കി. വിദേശികളായ അധ്യാപകർ ധിഷണാശാലികളായ കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിൽ ജാഗരൂകരായിരുന്നു. CV രാമൻപിള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോവൽ എന്ന് പറയാവുന്ന രാമരാജ ബഹദൂറിന് 100 വർഷം തികയാണ് അടുത്ത വർഷം. 1918 ഈ നോവലിൻ്റെ ആദ്യ ഭാഗം പുറത്തു വന്നത്. അടുത്ത വർഷം അതിന് 100 വർഷം തികയും. അതിനു മുമ്പുള്ള നോവലുകളായ ധർമ്മരാജ 1914 പ്രസിദ്ധീകരിച്ചു. അതിന് 100 വർഷം കഴിഞ്ഞു. ആദ്യത്തെ നോവലായ, ഒരുപക്ഷെ മലയാളത്തിലെ തന്നെ രണ്ടാമത്തെ നോവലായ മാർത്താണ്ഡവർമ്മ എഴുതിയിട്ട് 127 വർഷവും ആയിരിക്കും. ഈ സാഹചര്യത്തിൽ ഈ 100 വർഷം പിന്നിട്ട ഈ നോവലിസ്റ്റ് ഇപ്പോഴും മലയാള നോവലിൻ്റെയും മലയാളത്തിലെ ആഖ്യാനത്തിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ സൂര്യന്മാരിൽ ഒരാളായി ഇങ്ങനെ നിലനിൽക്കുകയും നമ്മുടെ ആഖ്യാനകലയെയും കഥപറച്ചിൽ രീതിയെയും നോവലിനെയും മുഴുവൻ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. അത് എല്ലാ തലമുറകളിലെയും നോവലിസ്റ്റുകളെ ഇങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നു. അത് നോവലിനെ മാത്രമല്ല, നമ്മുടെ കവിതയെ എല്ലാം, നമ്മുടെ ഭാഷാരീതി ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ, വളരെ ആലങ്കാരികമായ ഒരു ശൈലിയിൽ എഴുതിയ ഒരു നോവലിസ്റ്റ് എന്തുകൊണ്ടാണ് ഇന്നും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലിസ്റ്റായി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
അത് ഈ 100-ാം വാർഷികത്തിൻ്റെ നമ്മൾ മലയാള ഭാഷയിലെ തന്നെ ഏറ്റവും മികച്ച നോവലായ രാമരാജ ബഹദൂറിൻ്റെ 100-ാം വാർഷികത്തെ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ബാലചന്ദ്രൻ ഈ സി വിയുടെ ഒരു ഉപാസകനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബാലചന്ദ്രൻ്റെ കവിതയിൽ പോലും ഈ സംസ്കൃതബദ്ധമായ ചില ശീലുകൾ കടന്നു വരികയും അത്തരം ഒരു ആഖ്യാന രീതി ബാലചന്ദ്രൻ്റെ കവിതയിൽ പോലും ഉണ്ട്. ബാലചന്ദ്രൻ കവി എന്നുള്ള നിലയിലുള്ള ബാലചന്ദ്രൻ്റെ സി വി അനുഭവങ്ങൾ എങ്ങനെയാണ്? ഞാൻ സി വിയെ ഒരു നോവലിസ്റ്റായിട്ടല്ല, ഒരു മലയാളത്തിലെ തുഞ്ചത്തെഴുത്തച്ഛനോടും ഒപ്പമൊക്കെ നിൽക്കാവുന്ന ഒരു മഹാകവിയായിട്ടാണ് കരുതുന്നത്. മഹാകവി എന്ന നിലയിൽ തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കാവ്യം കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞാൽ ഇതിഹാസം എന്ന വിഭാഗത്തിൽ വരുന്നതാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ എപ്പിക് എന്ന പദത്തിൻ്റെ ഇതിലല്ല, കാരണം എപ്പിക്കിന് അങ്ങനെ ടീലിയോളജിക്കലായ ഒരു ഇതുണ്ടോയെന്ന് അറിയില്ല. അത് മഹാകവിയാണ്. നമ്മുടെ ഈ ഇതിഹാസത്തിനുണ്ട്, കൃത്യമായ നിർവചനമുണ്ട്. ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ. ഈ ലക്ഷണം പരിപൂർണമായിട്ട് അനുസരിക്കുന്ന മഹാകാവ്യങ്ങളാണ് സി വി സാക്ഷാത്കരിച്ചത് എന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ അതുകൊണ്ട് സി വിയെ ഞാൻ എപ്പോഴും ഒരു മഹാകവിയായിട്ടാണ് കരുതിയിട്ടുള്ളത്. കാരണം അത് ലാക്ഷണികമായി. ഇനി അനുഭൂതിപരമായിട്ടാണെങ്കിൽ മഹത്തായ കവിത നമ്മളെ എത്തിക്കുന്ന ആ അനുഭൂതി സ്വർഗത്തിലാണ് സി വിയുടെ രചനകൾ എന്നെ എത്തിച്ചിട്ടുള്ളത്. ആ സൂക്ഷ്മാനുഭൂതിയുടെ അനുഭവം കൊണ്ടുകൂടിയാണ് ഞാൻ അദ്ദേഹത്തെ കവിയായി വിലയിരുത്തുന്നത്. തിരുവിതാംകൂറിലെ ആദ്യകാല രാജാക്കന്മാരുടെ പാരമ്പര്യം നിലനിർത്തുന്നതിൽ ശ്രദ്ധാലുക്കളായിരുന്നു പിന്തുടർന്നു വന്ന ഭരണാധികാരികൾ. വിവിധ കലകളുടെ പരിപോഷണത്തിന് വേണ്ടതെല്ലാം ചെയ്യുവാൻ അവർ തയ്യാറായി. പാശ്ചാത്യ സാഹിത്യത്തിൽ അവഗാഹം നേടുകയും കേരളീയ സംസ്കൃതിയുടെ വേരുകൾ തൊട്ടറിയുകയും ചെയ്ത സി വി രാമൻപിള്ള എന്ന ചെറുപ്പക്കാരൻ്റെ സാഹസിക ദൗത്യം ഈ വ്യത്യസ്ത ധാരകളെ സമന്വയിപ്പിച്ചുകൊണ്ട് തൻ്റെ ജന്മനാടിൻ്റെ ചരിത്രം വരും തലമുറകൾക്ക് വേണ്ടി അടയാളപ്പെടുത്തുക എന്നതായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ തന്നെ മാർത്താണ്ഡവർമ്മ എന്ന നോവൽ ശില്പം വാർത്തെടുക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് ഈ പശ്ചാത്തലം തന്നെ ആയിരിക്കാം. ഇതേ ഒരു കാര്യം സി വിയുടെ കാര്യത്തിലുണ്ട്. അപ്പം അന്നത്തെ ഭാഷയല്ല, സി വി തന്നെ പല കാലങ്ങളിലെ ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാചീന ഭാഷയും ആധുനിക ഭാഷയും മധ്യകാല ഭാഷയും എല്ലാം ചേർന്ന ഒരു നമ്മുടെ ഭാഷാ ചരിത്രം മുഴുവൻ സി വിയുടെ നോവലുകളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ വിക്രമ ചോള കുലോത്തുംഗ ചെൽവപാത തരശരാന ചേരനാട്ട് കോരായിരത്തുക്കും തമ്പി വിശ്വനാഥൻ കുഞ്ചുപിരാട്ടി എന്ന പ്രഭുവെ ക്രമ ഉപചാര പുരസ്സരം വായനക്കാരുടെ സമക്ഷത്ത് അവതരിപ്പിച്ചു കൊള്ളുന്നു എന്ന് പറയുന്ന ആചാരഭാഷ, അത് ഒരു തമിഴ് സംഗീത നാടകങ്ങളിലാണെന്ന് തോന്നുന്നു. ഒരു അവതരണ ഭാഷയാണ് കഥാപാത്രങ്ങളെ. അതുമുതൽ ചെറിയ സാധാരണ തിരുവിതാംകൂറുകാരുടെ പഴയ ഭാഷ, പെണ്ണേത് പിഞ്ചേത്, ആണായി പിറന്നാൽ ഒരൊറ്റ പെരുങ്കൈയെങ്കിലും നോക്കണം, അല്ലെങ്കിൽ പിള്ള എന്തിന് പിറവി എന്തിന്, അങ്ങനെയുള്ള ഭാഷ, ആണുങ്ങളില്ലാത്ത കുറ വലിയ കുറ, ഇങ്ങനെയുള്ള സാധാരണ ഭാഷകൾ. എട്ടുവീട്ടിൽ പിള്ളമാർ പ്രതിജ്ഞ ചെയ്യുന്നത് തിരുവനന്ത ശയനത്തിൽ പള്ളി കൊണ്ടരുളും ശ്രീപത്മനാഭ പെരുമാളാണ്, പൊന്നാണ്, വിളക്കാണ്, ഇക്കുലമാളും കരിങ്കാളിയാണ്, നാമിപ്പരുഷകൾ യാവരും ഒരു ഈരായി കൂറും ചൊല്ല് യാവൊന്നും ഇക്കരളറ്റു പിണമാകിലും കുലം പോകിലും എപ്പേർപ്പെട്ട വിന ഇടർ അടൽ യാവൊന്നിലും കനകക്കൊതിയിലും മങ്കമടിയിലും മനം മയങ്കി മറുചെവി പോകാതെ സത്യം. ഇതൊരു ആചാര ഭാഷയാണ്. ഇപ്പോൾ ചന്ദ്രക്കാരൻ്റെ ഭാഷകളെല്ലാം അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മരാജയിലെ നിർവഹണം, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ അപ്രത്യക്ഷമാകുന്ന രംഗം
അദ്ദേഹം അന്ധകാരത്തിൻ്റെ അവിടെ സംസ്കൃതവും ഈ പ്രാചീന മലയാളവും ഒരുമിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ നാടൻ മലയാളം ഇരുളാ വിഴുങ്ങ് വാ തുറന്ന് ഈ മൊണ്ണയനെ നീയല്ലാണ്ട് കാലമേത് കലിയേത് നീ തന്നടാ പൂലപത്ത് നെടുന്നല കൊള്ളണ പെരും പൊലിമ തായെന്നു ചൊല്ലി അവിടെ കുടലിരുട്ടിൽ തോറ്റി മനുഷ്യവരെ പെരട്ടിലിട്ടിൽ ഇരുട്ട വെടിയ പെലന്ന് ഈ തിരുമ്പാവാം കുഴിയിൽ തൊലയണ ഈ കുണം കെട്ട ഈരിരുളന് കരിം കൂരിരുളയെ നീയേ നെടുഗതി. ഇങ്ങനെ കേരളത്തിൻ്റെ ഭാഷാ ചരിത്രം മുഴുവൻ നമുക്ക് ഈ സിവിയുടെ നോവലുകളിലൂടെ നമുക്ക് അനുഭവിക്കാം. നമുക്ക് പഠിക്കുകയോ അറിയുകയോ ചെയ്യല്ല, അതിനപ്പുറം അതിൻ്റെ അനുഭൂതി, ആ സജീവമായി ഭൂതകാലം ഭാവിയും ഭൂതവും മുഴുവൻ വർത്തമാനത്തിൻ്റെ അരങ്ങിൽ വന്ന് നടനം ആടുന്ന ഒരു ഗംഭീര അനുഭവമാണ് ഭാഷയുടെ. 9 രസങ്ങളും ഭാഷയുടെ മുഖത്തിങ്ങനെ കളിയാടുകയും 3 കാലങ്ങളും ഈ ഭാഷയുടെ ഒരേ വിധാനത്തിൽ നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗംഭീര കാവ്യഭാഷയാണ്. റോസ്കോട്ട് എന്ന ഈ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച 2 പ്രൊഫസർമാരായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകരായിരുന്ന വിദേശികളായ യൂറോപ്യന്മാരായ പ്രൊഫസർ റോസ്, പ്രൊഫസർ ഹാർവി എന്നീ 2 പേര്. തികച്ചും കേരളീയ മാതൃക ആണെങ്കിലും ഒരു പാശ്ചാത്യ സ്വാധീനം ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തിലുണ്ട്. ഈ ഭവനത്തിന് മലയാള സാഹിത്യത്തിലുള്ള ഒരു സ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ, മലയാളത്തിലെ ഏറ്റവും ഇതിഹാസതുല്യങ്ങളായ നോവലുകളെല്ലാം പിറവിയെടുത്ത ഗൃഹമാണിത്. ഇവിടെ ഈ വരാന്തയിൽ ആ കസേരയിലിരുന്നാണ് CV തൻ്റെ നോവലുകളൊക്കെ എഴുതിയത്. ഒരു കാര്യം ആലോചിക്കേണ്ട, 1891 എഴുതിയ നോവൽ എഴുതിയ മാർത്താണ്ഡവർമ്മ പോലെ ഒരു നോവൽ എഴുതിയ CV 20 കൊല്ലം സാഹിത്യരംഗത്ത് കാര്യമായ ഒരു പ്രവർത്തനങ്ങൾക്കും തയ്യാറായില്ല. പക്ഷേ 1911 മാർത്താണ്ഡവർമ്മയുടെ 2ാം പതിപ്പ് ഇറങ്ങി. അത് വായനക്കാരുടെ ഇടയിലോട്ട് അതിന് ലഭിച്ച ഒരു വൻ പ്രചാരം ഇന്നും തുടരുന്ന. ഒരു വർഷം പല പ്രസാധകരെ പലതവണ എത്രയോ പതിപ്പുകളാണ് ഓരോ വർഷവും മാർത്താണ്ഡവർമ്മയ്ക്ക് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണത്. ആ തരത്തിൽ നോവൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ, വായനക്കാരുടെ ഇടയിലേക്ക് അതിന് വലിയൊരു സ്വീകാരം ലഭിച്ചപ്പോഴാണ് CVക്ക് 2ാമതൊരു നോവൽ എഴുതാനുള്ള ധൈര്യം ഉണ്ടായത്. അങ്ങനെയാണ് 1912-13 വർഷങ്ങളിലായിട്ട് ധർമ്മരാജ നോവല് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനിടയിൽ കഷ്ടിച്ച് രചിച്ചതെന്ന് പറയുന്നത് ഏതാനും 1809 മറ്റോ ആണ് തോന്നുന്നു പ്രഹസനങ്ങൾ എഴുതി തുടങ്ങുന്നത്. അതിനു മുമ്പ് മാർത്താണ്ഡവർമ്മ എഴുതുന്നതിന് മുമ്പ് ചന്ദ്രമുഖി വിലാസം, മത്തവിലാസം തുടങ്ങിയ 1-2 പ്രഹസനങ്ങൾ എഴുതിയെങ്കിലും അത് VGT ഹാളിൽ അവതരിപ്പിക്കുകയുണ്ടായെങ്കിലും ആ നാടകങ്ങളൊന്നും പ്രസിദ്ധീകരിക്കുകയുണ്ടായില്ല. നമുക്കിന്നത് ആ നാടകങ്ങൾ മലയാളത്തിലെ സ്വതന്ത്ര ഗദ്യ നാടക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നാടകത്തിൻ്റെയും തുടക്കം, മലയാളത്തിലെ സ്വതന്ത്ര ഗദ്യ നാടകം എന്ന് പറയുന്നത് തുടങ്ങുന്നതും CV രാമൻപിള്ളയിലാണ്. കണ്ടവൻ്റെ ഉപദേശമൊന്നും നമുക്ക് വേണ്ട, ഇങ്ങോട്ട് മാറി നിൽക്ക്. മുതുകിലൊരു വാത കൊളുത്തു പോലെ വല്ലതും കൊണ്ട് ഇപ്പോൾ ചത്തു വീഴും. ജന്തു തല്ലാനല്ല. നീ ആ പ്ലാൻ തോട്ടത്തെ വീടറിയുമോ? ഓ, ആ കോട്ടയത്തെ തോട്ടിന്റെ കരയില്ലേ? മരമണ്ട, അവിടെ എങ്ങും അല്ല. ഇവിടെ BA ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ, ഒരു ചെറിയ ലേഡി? ഓ, പൊന്നങ്ങന്നേ അങ്ങനെ റൊട്ടിക്കിടങ്ങില്ലേ ഹൗസവിന്റെ കെട്ടിയുള്ള പെങ്ങളെ മോള്.
ഏഭ്യ ഭ്രാന്ത, നീ എവിടെ കൊണ്ട് കാര്യങ്ങൾ കേൾക്കുന്നുടാ? എന്തോന്നാ തലയ്ക്കൊരു മന്ദത പോലെ. വഴി പോണവരെല്ലാം അങ്ങയെ പറ്റി പലവട്ടം പറയുമ്പോൾ ചോറ് നിന്ന് ഇവൻ്റെ തലയിലല്ലേ കൊള്ളണത്. നിന്റെ തല എന്തും താങ്ങുന്നതാണല്ലോ. വികട സരസ്വതിയുടെ കുടിയിരിപ്പും ആ കൽക്കൂടത്തിൽ തന്നെയല്ലേ? വിട്ടുപണിക്ക് ആശാൻ്റെ ജോത്സ്യവും അത് കണ്ടുപിടിച്ച് കളഞ്ഞങ്ങനെ. ഇപ്പം പിന്നെ പാച്ച എന്ത് ചെയ്യണമെന്ന് ചുമ്മാ ഉത്തരവാകണം. ഓ, പാച്ചൻ്റെ ബുദ്ധിക്കും ഒരു തഴക്കം പഴക്കെല്ലാം വന്നിട്ടുണ്ട്. ശരി, ഇങ്ങോട്ട് നീ കേൾക്ക്. ഈ അപകടക്കാരനെ ആ വേദവതിയുടെ അടുത്തേക്ക് അയക്കുന്നത് വല്ല തകരാറിലും കലാശിച്ചേക്കാം. പരമാർത്ഥമൊന്നും പറയാൻ നിൽക്കണ്ട, സമ്പ്രദായത്തിൽ അടിയിടാം. വക്കീൽ മിസ്റ്റർ മല്ലംപിള്ളയുടെ വീട് നീ കണ്ടിട്ടില്ലേ? ഉണ്ട്. അല്ല, അങ്ങ് താരൂക്കട പോണ വഴിയിൽ ആ കുന്നിൻ്റെ മുകളിൽ വലിയൊരു തൊഴുത്തില്ലേ? ഓ ജന്തു, നീയും ആ തൊഴുത്തിൽ ചേരേണ്ട വർഗം തന്നെയാണ്. എടാ, അത് അദ്ദേഹത്തിൻ്റെ തറവാട്ട് ഭവനമല്ലേ, ഇവിടെ കോളേജിനടുത്ത്. അതൊന്നും പാച്ചൻ കാണുന്നില്ല. ആ, 2 നല്ല മാളികയും അവിടെ ചായത്തിലടിച്ച ഒരു പലകയും അവിടെ അല്ലേ നമ്മളെ കുഞ്ഞുള്ള ജഡ്ജിയുടെ അദ്ദേഹത്തിൻ്റെ മോൻ എന്നും ഉച്ചത്തിന് കഴിക്കണം. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടെന്നില്ലേ? അങ്ങയുടെ ഒരു കണ്ണ് അതൊരു സ്വരഗംഗ. എടാ സാമദ്രോഹി, ആ പെൺകുട്ടിയെ കുറിച്ച് ദുശങ്കയരുത്. അവൾക്ക് ഒരു എഴുത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ വഴിയിൽ വെച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടും മറ്റും കണ്ടിട്ടുള്ള ആൾക്ക് ഇവിടെ വിശേഷ കാഴ്ചയൊന്നും കാണുവാനില്ലല്ലോ. നേരിട്ടുള്ള പരിചയത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അത് തെറ്റ് എന്ന് പറയേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം. അച്ഛൻ വരാൻ കുറച്ച് താമസിക്കും. താമസിക്കട്ടെ. പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു ചെറിയ അപകട കഥ പറഞ്ഞിട്ട് പൊക്കോളാം. അമ്മയെ കൂടെ വിളിക്കാം. സ്വകാര്യ കഥയാണ്. ഒരാളിൻ്റെ അന്തർഗതം അറിയാൻ ഞാൻ ഇന്നലെ ഒരു എഴുത്ത് കൊടുത്തയച്ചിരുന്നു. അത് ഇവിടെ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ കുരങ്ങൻ്റെ അതിസാമർഥ്യമാണത്. അത് ഒരു സ്നേഹിതൻ്റെ പ്രണയദേവിക്ക് അവൻ കൊടുത്തു. ഇവിടുത്തെ വിവാഹ വാഗ്ദാനത്തെ അവർ സ്വീകരിച്ചില്ലേ? ഈ വീടിൻ്റെ പേരെന്താണ്? ഇത് അച്ഛൻ്റെ വക ചമ്പകവിലാസം ബംഗ്ലാവാണ്. ഞങ്ങളും പ്ലാന്തോട്ടത്തെ വീട്ടുകാരാണ്. എന്നാൽ ഇന്നലത്തെ ലെറ്റർ ഞാനൊന്ന് മാറ്റി എഴുതി അയച്ചു കൊടുത്തു കൊള്ളട്ടെ. അച്ഛനോടും അമ്മയോടും ചോദിക്കേണ്ടി വരും. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ എന്നീ കൃതികളുടെ ഇടയിലുള്ള 20 വർഷക്കാലം CV നിശബ്ദനായിരുന്നില്ല. പ്രഹസനം എന്ന സാഹിത്യരൂപത്തിലൂടെ കടുത്ത സാമൂഹിക വിമർശനം ലക്ഷ്യമാക്കിയ കുറേ രചനകളുടെ അരങ്ങേറ്റം ജനപ്രിയമായി മാറി. മലയാള ഗദ്യ നാടകങ്ങൾക്ക് അടിസ്ഥാനം പാകിയതും ഈ രചനകളായിരുന്നു. മരുമക്കത്തായത്തെ വളരെ പ്രധാനപ്പെട്ട കഥയായി അവതരിപ്പിച്ച CV രാമപിള്ള തൻ്റെ ബാഹ്യജീവിതത്തിൽ ഈ സമുദായ പരിഷ്കരണത്തിന് ശ്രമിക്കുമ്പോഴും തൻ്റെ കഥകളിലൊക്കെ ഈ മരുമക്കത്തായത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. അദ്ദേഹത്തിന് സമശീർഷനായ ചന്തുമേനോനാകട്ടെ മരുമക്കത്തായത്തെ എതിർക്കുകയാണ് ചെയ്തത്. ചന്തുമേനോൻ തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഒരു സോഷ്യൽ റിയലിസം കേരളത്തിൽ നോവലിൽ ചർച്ച ചെയ്യുക എന്നുള്ളത്. ഇത് ഹിസ്റ്റോറിക്കൽ റൊമാൻസ് ആണ് CV രാമൻപിള്ള എഴുതിയത് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നോവൽ വരുന്നത് തന്നെ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഏതൊരു വെർനാക്കുലർ ലാംഗ്വേജിലേക്കും നോവൽ വരുന്നത് ആധുനികതയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ആധുനികതയുടെ എല്ലാ വൈരുദ്ധ്യങ്ങളും CV-യുടെ നോവലിലും ഉണ്ട്. ഇപ്പോൾ ഇന്ദുലേഖയിൽ കാണുന്ന അതേ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ആ ചർച്ചകൾ CV-യുടെ നോവലിലും കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. CV രാമൻപിള്ള ഉന്നത വിദ്യാഭ്യാസം നേടി തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BA പാസ്സാകുന്നു. മദ്രാസിൽ ഉപരിപഠനത്തിന് ലോ പഠിക്കാൻ പോകുന്നു. എല്ലാം കഴിഞ്ഞിട്ടും തൻ്റെ പെൺമക്കളെ അദ്ദേഹം വിദ്യാഭ്യാസത്തിന് അയച്ചിട്ടേ ഇല്ല. ഇങ്ങനെ അസംഖ്യങ്ങളായ വൈരുദ്ധ്യങ്ങൾ CV-യിലുണ്ട്. രാജാക്കന്മാരുടെ പേരിട്ട് നോവൽ എഴുതുക, അതിൽ സ്വസമുദായാംഗങ്ങളായ പ്രതിനായകരെ മുഴുവൻ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ശരിക്കും നായകരാക്കി തന്നെ അവതരിപ്പിക്കുക. നായർ എപ്പിക്കുകൾ എന്ന വിശേഷം അതാ അങ്ങനെയാണ് ഈ നായർ എപ്പിക്കുന്നത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് വാൾട്ട് വിറ്റ്മാൻ്റെ ഒരു വലിയ ഓർമ്മ വന്നത്. I contradict myself. If I contradict, do I contradict? Yes, I contradict. What I am if large. I contain contain multitudes. പാശ്ചാത്യ റൊമാൻറ്റിസത്തിൻ്റെ സ്വാധീനമുണ്ട് CV-യിൽ. പ്രത്യേകിച്ചും ഇതിലെ നായിക കഥാപാത്രങ്ങളെ സങ്കല്പിച്ച് അവരുടെ പ്രേമം സങ്കല്പിക്കുന്നതിൽ. പ്രേമം ഒരു പരസ്യമായ ചർച്ചാ വിഷയമല്ല കേരളത്തിൽ. ഇതിനകത്ത് പ്രേമം പരസ്യപ്പെടുത്തുന്ന ആൺപെൺ വിഭാഗങ്ങളെ കാണും. പിന്നെ ഒരു ഷേക്സ്പീരിയൻ സ്വാധീനം എനിക്കെന്നും തോന്നിയിട്ടുണ്ട്. ഈ ഷേക്സ്പിയറുടെ ഭാഷാശില്പവും CV-യെ സ്വാധീനിച്ചിട്ടുണ്ട്.
കഥാപാത്ര രൂപീകരണ രീതികളും കഥകളിയെപ്പോലെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇതിഹാസങ്ങളെപ്പോലെ തന്നെ കഥകളിയെപ്പോലെ തന്നെ ഈ ആന്തരിക വൈരുദ്ധ്യങ്ങളാൽ സംഘർഷങ്ങളാൽ രൂപപ്പെടുന്ന ഒരു സ്തോഭശില്പം രചിക്കുന്നതിൽ CV സഹായിച്ചിട്ടുണ്ട്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സമാനതകളില്ലാത്ത സർഗസംഭാവന നൽകി എന്നത് മാത്രമല്ല CV രാമൻപിള്ളയുടെ പ്രസക്തി. വേണാട് എന്ന തൻ്റെ മാതൃരാജ്യത്തിൻ്റെ സംസ്കൃതി അതിൻ്റെ സമഗ്രതയിൽ ഒരു വാസ്തുശില്പിയുടെ സൂക്ഷ്മതയോടെ സമാഹരിച്ചു വയ്ക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് CV വ്യത്യസ്തനാക്കുന്നത്.